പ്രധാനമായും രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജീസാണ് പറയുന്നത്. ഒന്ന് പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ്. പെഡഗോജിക്കൽ അത് അധ്യാപകർക്കുള്ളതാണോ? അതെ, ഇത് അധ്യാപകർക്കോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോ ക്ലാസ്സിലോ പരിശീലന പരിപാടികളിലും ഉപയോഗിക്കാവുന്ന രീതികളാണ്. മറ്റത് മെത്തഡോളജിക്കൽ സ്ട്രാറ്റജീസ്. മെത്തഡോളജി ടു അത് പഠിക്കുന്ന ആൾക്ക്, അതായത് പഠിതാവിന് സ്വയം ഉപയോഗിക്കാവുന്ന രീതികളാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഈ പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി. പെഡഗോജിക്കൽ രീതികളിലെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് വൈകാരികവും, അതായത് ഇമോഷണൽ തടസ്സങ്ങളും ബുദ്ധിപരവും, അതായത് കോഗ്നിറ്റീവ് തടസ്സങ്ങളെയും ഒരുമിച്ച് അഡ്രസ് ചെയ്യാൻ സഹായിക്കും. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, ഒരു പുതിയ വിഷയം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ക്ലാസ്സിലെ ആദ്യ ദിവസം തന്നെ ആ വിഷയത്തെക്കുറിച്ച് പൊതുവെയുള്ള പേടികൾ, ആശങ്കകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു തുറന്ന ചർച്ച വയ്ക്കുന്നത് നല്ലതാണ്. ഓ, അപ്പൊ സ്റ്റുഡൻസിന് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാം. അതെ, ഒരു പേടിയില്ലാത്ത സുരക്ഷിതമായൊരു പഠനാന്തരീക്ഷം, ഒരു കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കും. ആ ഭയം എന്ന വൈകാരിക തടസ്സം കുറയ്ക്കാൻ നോക്കുക. ശരി, വേറെന്തൊക്കെ ചെയ്യാം? പിന്നെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കുക. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്. വെറുതെ കേട്ടിരിക്കാതെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പോലെ. അതെ, സ്റ്റുഡന്റ് ലേണിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊടുക്കാം. ഇത് അവരുടെ പ്രശ്നപരിഹാര ശേഷി കൂട്ടും. അതുപോലെ ഒരു പ്രശ്നം കൊടുത്താൽ അതിനൊരൊറ്റ ശരിയുത്തരം എന്ന രീതി മാറ്റുക. പല രീതിയിലുള്ള പരിഹാരങ്ങൾ ശ്രമിച്ചു നോക്കാൻ, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഓഫ് സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് നല്ല ആശയാണ്. തെറ്റുമോ എന്ന പേടി കുറയുമല്ലോ. കുറയും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പലതരം പഠനശൈലികളുണ്ടെന്ന്. പറഞ്ഞു. വിഷ്വൽ, ഓറൽ. അതെ. അപ്പോൾ ആ വ്യത്യസ്ത പഠനശൈലികളെയും ഒരു പരിധിവരെ ലിംഗഭേദങ്ങളെയും, ജെൻഡർ സ്പെസിഫിക് ഡിഫറൻസസ് ഒക്കെ പരിഗണിച്ച് പലതരം പഠന പ്രവർത്തനങ്ങൾ, എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് അപ്രോച്ചസ് ഉപയോഗിക്കണം. അല്ലാതെ ഒരു രീതി മാത്രം പോരാ. ഉദാഹരണത്തിന് പരമ്പരാഗത രീതിയിലുള്ള ലെക്ചറിംഗ്, അത് ചിലപ്പോൾ ഈ കേട്ടു പഠിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ മറ്റുള്ളവർക്കോ? ശരിയാണ്. അപ്പോൾ എന്തു ചെയ്യണം? ആശയങ്ങൾ വ്യക്തമാക്കാൻ ചിത്രീകരണങ്ങൾ, ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിക്കാം. വിഷ്വൽ ലേണേഴ്സിനെ അത് സഹായിക്കും. ക്ലാസ്സിൽ തന്നെ ചെയ്തു പഠിക്കാൻ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രാക്ടീസ് കൊടുക്കണം. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അതെ. പിന്നെ കുട്ടികളോട് ചോദിക്കാം, നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ട ഡേറ്റ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ് എന്താണ്? അപ്പോ അവരുടെ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതികൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടും. വളരെ നല്ല നിർദ്ദേശങ്ങളാണ്. ഇനി ഈ പ്രശ്നപരിഹാരം കുറച്ചുകൂടി ചിട്ടയായി ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഘടനാപരമായ രീതികളുണ്ടോ? ഈ പഠനത്തിൽ ഐഡിയൽ എന്നൊരു 5 ഘട്ട തന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അത് വളരെ പ്രശസ്തമായ പല മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഐഡിയൽ. അതൊരു അക്രോണിമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഘട്ടങ്ങൾ? ഒന്നാമത്തേത് ഐഡന്റിഫൈ ദ പ്രോബ്ലം, അതായത് പ്രശ്നം എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുക. യഥാർത്ഥ പ്രശ്നം എന്താണ്? ശരി, ഐഡന്റിഫൈ. രണ്ടാമത്തേത് ഡിഫൈൻ ആൻഡ് റെപ്രസെന്റ് ദ പ്രോബ്ലം. ആ പ്രശ്നം വ്യക്തമായി നിർവചിക്കുക. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിശദീകരിക്കാവുന്ന ഒരു രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുക. ചിലപ്പോൾ ഒരു ചിത്രം വരച്ചോ ഒരു ഡയഗ്രമാക്കിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഡിഫൈൻ ആൻഡ് റെപ്രസെന്റ്. മൂന്നാമത്തേത് എക്സ്പ്ലോർ പോസിബിൾ സൊല്യൂഷൻ സ്ട്രാറ്റജീസ്. സാധ്യമായ എല്ലാ പരിഹാര വഴികളും കണ്ടെത്താൻ ശ്രമിക്കുക. ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നൊക്കെ പറയില്ലേ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാക്കുക. അതെ. നാലാമത്തേത് ആക്ട് ഓൺ ദ സ്ട്രാറ്റജീസ്. നമ്മൾ കണ്ടെത്തിയ വഴികളിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒന്ന് തെരഞ്ഞെടുത്ത് അത് നടപ്പിലാക്കുക. ശരി, ആക്ട്. അവസാനമായി അഞ്ചാമത്തത് ലുക്ക് ബാക്ക് ആൻഡ് ഇവാലുവേറ്റ്. നമ്മൾ ചെയ്ത കാര്യം, അതായത് ആ തിരഞ്ഞെടുത്ത സ്ട്രാറ്റജി പ്രയോഗിച്ചത് ശരിയായ ഫലം തന്നോ, പ്രശ്നം പരിഹരിച്ചോ എന്ന് തിരിഞ്ഞുനോക്കി വിലയിരുത്തുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ സ്ട്രാറ്റജി പരീക്ഷിക്കേണ്ടി വരും. കോമൺ പാറ്റേൺ കണ്ടെത്തുക. അതെ. ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ അതുപോലത്തെ വേറെ പ്രശ്നം വരുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാനും ഈ അറിവ് അവിടെ ഉപയോഗിക്കാനും പറ്റും. ശരി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അനാലോജി, സാമ്യതകൾ, അത് ബോധപൂർവം ഉപയോഗിക്കാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഇത് ഘടനകൾ മനസ്സിലാക്കാനും കൈമാറ്റം ചെയ്യാനും ട്രാൻസ്ഫറിംഗ് സ്ട്രക്ചറിനും വളരെ നല്ലതാണ്. ഡയലോഗ് അഥവാ സംഭാഷണവും ഇവിടെ പ്രധാനമാണ്. സംഭാഷണോ? അതെങ്ങനെ? ഉദാഹരണത്തിന്, ഒരു വിഷയത്തിൽ നല്ല അറിവുള്ള ഒരാളും എക്സ്പേർട്ട്, അതേ വിഷയം പുതിയതായി പഠിക്കുന്ന ഒരാളും നോവിസ്
ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, അവർ ചിന്തിക്കുന്ന രീതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് തമ്മിൽ ചർച്ച ചെയ്യുന്നത്. ആ പുതിയ ആൾക്ക് തന്റെ തെറ്റായ ധാരണകൾ മനസ്സിലാക്കാനും ശരിയായ രീതി പഠിക്കാനും, അതായത് ഇൻകറക്റ്റ് ട്രാൻസ്ഫർ ഒഴിവാക്കാനും സഹായിക്കും. കൊള്ളാം. മറ്റൊരാളുടെ ചിന്താരീതി മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യും. തീർച്ചയായും. പിന്നെ ധാരാളം പരിശീലനം, പ്രാക്ടീസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യുക, ഒറ്റയ്ക്കും ഗ്രൂപ്പുകളായുമൊക്കെ ചെയ്യുന്നത് ഈ ട്രാൻസ്ഫർ സ്കിൽസ് വർദ്ധിപ്പിക്കും. കൂടുതൽ ചെയ്തു പഠിക്കുന്തോറും മെച്ചപ്പെടും. അതെ. പിന്നെ ഒരു കാര്യം, ലളിതമായ പ്രശ്നങ്ങളിൽ നിന്നു തുടങ്ങി പതിയെ പതിയെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. അല്ലാതെ ആദ്യമേ വലിയൊരു പ്രശ്നം എടുത്തിട്ടാൽ ചിലപ്പോൾ പേടി തോന്നും. ശരിയാണ്. ക്രമേണ ആ കഴിവ് വളർത്തിയെടുക്കുക. അതെ. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മെത്തഡോളജിക്കൽ സ്ട്രാറ്റജീസ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ വൈകാരികമായ തടസ്സങ്ങളെ, അതായത് ഭയം, ഉത്കണ്ഠ പോലുള്ള ഇമോഷണൽ ബാരിയേഴ്സിനെയും, പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്ത ലാക്ക് ഓഫ് ട്രാൻസ്ഫർ, ഫങ്ഷണൽ ഫിക്സ്നെസ് പോലുള്ള കോഗ്നിറ്റീവ് ബാരിയേഴ്സിനെയും മറികടക്കണം. അതെ. അതിനീ പറഞ്ഞ പെഡഗോജിക്കൽ, മെത്തഡോളജിക്കൽ തന്ത്രങ്ങൾ സഹായിക്കും. ഇതാണോ ഇതിന്റെ ഒരു ആകെത്തുക? തീർച്ചയായും. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. ആദ്യം ഒരു സുരക്ഷിതമായ പഠനാന്തരീക്ഷമുണ്ടാക്കുക, ആ വൈകാരിക തടസ്സങ്ങളെ ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രശ്നപരിഹാര പ്രക്രിയയെക്കുറിച്ച് സ്വയം ഒന്ന് ചിന്തിക്കാൻ, റിഫ്ലക്റ്റ് ഓൺ ദ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. അതിലൂടെ കൂടുതൽ ഫലപ്രദമായ കഴിവുകൾ നേടാനും പഠിതാവിനെ സഹായിക്കുക. കൊള്ളാം. വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ചർച്ച കേൾക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പ്രതീക്ഷിക്കുന്നു. കാരണം ഈ തടസ്സങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ഒരു ബോധ്യമുണ്ടാകുന്നത് നിങ്ങളുടെ പഠനത്തിലായാലും ജോലിസ്ഥലത്തായാലും, എന്തിന് ദൈനംദിന ജീവിതത്തിൽ പോലും പ്രശ്നങ്ങളെ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങളെ സഹായിക്കും. തീർച്ചയായും. നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ. എന്താണ്? നിങ്ങളുടെ സ്വന്തം പഠനശൈലി, അതായത് ലേണിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലുള്ള ചില മുൻവിധികൾ, കോഗ്നിറ്റീവ് ബയാസസ്, ഇതൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൽ നിങ്ങൾക്കൊരു തടസ്സമായി നിന്നിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ സമാനമായൊരു സാഹചര്യം വരുമ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിച്ച ഏതെങ്കിലും ഒരു തന്ത്രം, ഒരുപക്ഷെ ഐഡിയൽ രീതി പിന്തുടരുന്നതോ അല്ലെങ്കിൽ ഒരു അനാലജി കണ്ടെത്താൻ ശ്രമിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബോധപൂർവം പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് നല്ലൊരു ചിന്തയാണ്. സ്വയം വിലയിരുത്താനും മെച്ചപ്പെടാനും ഒരു അവസരം. അതെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രശ്നപരിഹാരത്തിലെ ചില തടസ്സങ്ങളെക്കുറിച്ചാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ ചില ചിന്തകളിൽ ഇങ്ങനെ സ്റ്റക്കായി പോകാറുണ്ട്, അല്ലേ? തീർച്ചയായും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങളുടെ മെറ്റീരിയൽസിൽ കണ്ടു, ഒന്ന് ഫങ്ഷണൽ ഫിക്സഡ്നെസ്, പിന്നെ രണ്ടാമത്തത് യൂസിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് റെപ്രസെന്റേഷൻസ്. ഇവ രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. ശരിയാണ്. ഈ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പരിഹരിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മുടെ ചിന്തകൾ നമ്മളെ എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. അതെ. അപ്പോ ആദ്യത്തേത് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഇത് 1935-ൽ ഡങ്കർ എന്നൊരു സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്ന ആശയമാണ്. വളരെ സിമ്പിളാണ്. അതായത് വസ്തുക്കളെ നമ്മൾ എപ്പോഴും കാണുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സാധാരണ ഉപയോഗമുണ്ടല്ലോ, അതിൽ മാത്രം കാണാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചുറ്റിക. ചുറ്റിക എന്ന് കേൾക്കുമ്പോൾ ആണിയടിക്കുക എന്നത് മാത്രമാണ് മനസ്സിൽ വരിക. വേറെ ഉപയോഗങ്ങൾ ചിന്തിക്കില്ല. ശരിയാണ്. ഈ ഡങ്കർ നടത്തിയ ഒരു പരീക്ഷണം ഇതിന് നല്ല ഉദാഹരണമാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു മേശപ്പുറത്ത് മെഴുകുതിരി, പിന്നെ കുറച്ച് ടാക്കുകൾ, ഒരു തീപ്പെട്ടി, ഇതൊക്കെ വെവ്വേറെ പെട്ടികളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ. എന്നിട്ട് ചുമരിൽ ഏകദേശം കണ്ണിന്റെയൊക്കെ ഉയരത്തിൽ ആ മെഴുകുതിരി കത്തിച്ചു വെക്കണം. അതായിരുന്നു ടാസ്ക്. ശരിയാണ്. പക്ഷേ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം ഒരു 43% പേർക്ക് മാത്രമേ അതിന്റെ സൊല്യൂഷൻ കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാണത്? കാരണം ആ പെട്ടികൾ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ വന്നത്, ഓ, ഇത് സാധനങ്ങൾ വെക്കാനുള്ള പെട്ടി എന്ന് മാത്രമാണ്. ആ ഒരു ചിന്തയിൽ അവർ ഉറച്ചുപോയി, ഫിക്സേറ്റഡായിപ്പോയി എന്ന് പറയാം. എന്നാൽ പിന്നീട് ആ പെട്ടികൾ കാലിയാക്കി വെച്ചപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് ഐഡിയ കിട്ടി. അവരെന്ത് ചെയ്തു? ആ ടാക്കുകൾ ഉപയോഗിച്ച് പെട്ടി ചുമരിൽ ഉറപ്പിച്ചു. എന്നിട്ട് അതിനെ ഒരു ഷെൽഫ് പോലെയാക്കി.
ഓ എന്നിട്ട് അതിൽ മെഴുകുതിരി വെച്ചു. അതെ. അപ്പോ ആ പെട്ടിയുടെ സാധാരണ ഉപയോഗമെന്ന ചിന്തയെ മറികടക്കാൻ പറ്റി. ഇതാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്സിനെ ഓവർകം ചെയ്യുന്നത്. ഇത് കൊള്ളാം. വളരെ രസകരമായിരിക്കുന്നു. ഇതുപോലത്തെ വേറൊരു പ്രശ്നമാണല്ലോ ഈ നാണയ പ്രശ്നം, കോയിൻ പ്രോബ്ലം. അതും നിങ്ങളെ മെറ്റീരിയൽസിൽ കണ്ടു. 8 നാണയങ്ങൾ, അതിൽ ഒരെണ്ണം കള്ളനാണയം, ഭാരം കുറവാണ്. ആ അതെ. ഒരു തുലാസ്, പക്ഷേ 2 തവണയേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെങ്ങനെ കണ്ടെത്തും? ഇത് ഞാൻ വായിച്ചപ്പോൾ ശരിക്കും കുറേ നേരം ആലോചിച്ചു. സാധാരണഗതിയിൽ നമ്മൾ 8 നാണയം ഒന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക 4 വെച്ച് തൂക്കി നോക്കാമെന്നാവും, അല്ലേ? അതെ, അതാണല്ലോ എളുപ്പം. എളുപ്പമാണ്, പക്ഷേ അത് ശരിയായ ഉത്തരത്തിലേക്ക് എത്തിക്കില്ല. കാരണം ആദ്യത്തെ തൂക്കത്തിൽ ബാലൻസ് ആയില്ലെങ്കിൽ പിന്നെ ആ 4 നിന്ന് കണ്ടുപിടിക്കാൻ ഒരു തൂക്കം കൂടി മതിയാവില്ല. അപ്പോ 2 തവണ എന്ന കണ്ടീഷൻ തെറ്റും. ഇവിടെയും ആ 8നെ നേരെ പകുതിയാക്കാമെന്ന സാധാരണ ചിന്ത, ആ ഒരു ഫങ്ഷണൽ ഫിക്സ്നെസ് നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. ഓ ശരി. അപ്പോ ശരിയായ രീതി എന്താണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ? ചോദിക്കാം. കാരണം ഇത് ലോജിക്കൽ റീസണിംഗ് പോലെയാണല്ലോ. ശരിയായ രീതി നാണയങ്ങളെ 3, 3, 2 എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം. ഓക്കെ, 3, 3, 2. അതെ. എന്നിട്ട് ആദ്യം ആ 3 വീതമുള്ള 2 ഗ്രൂപ്പുകൾ എടുത്ത് തുലാസിൽ വയ്ക്കുക. അപ്പോൾ 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ തുലാസ് ഒരുപോലെ നിൽക്കും. അങ്ങനെ നിന്നാൽ അതിനർത്ഥം എന്താ? ഈ 6 നാണയവും ശരിയാണ്. മാറ്റിവെച്ച 2 ഒന്നാണ് കള്ളനാണയം. ശരി. അപ്പോ രണ്ടാമത്തെ തൂക്കത്തിൽ ആ 2 തൂക്കിയാൽ ഭാരം കുറഞ്ഞതേതാണെന്ന് കണ്ടുപിടിക്കാം. പ്രശ്നം കഴിഞ്ഞു. ഓക്കെ. ഇനി ആദ്യത്തെ തൂക്കത്തിൽ ഒരു വശം ഉയർന്നാലോ? ഒരു വശം ഉയർന്നാൽ ആ ഉയർന്ന ഭാഗത്തുള്ള 3 നാണയങ്ങളിൽ ഒന്നാണ് ഭാരം കുറഞ്ഞ കള്ളനാണയം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 3 സംശയമുള്ള നാണയങ്ങളുണ്ട്. രണ്ടാമത്തെ തൂക്കത്തിൽ എന്ത് ചെയ്യണം? ആ 3 നിന്ന് ഏതെങ്കിലും 2 എടുത്ത് തൂക്കുക. ശരി. അപ്പോ തുലാസ് ഒരുപോലെ നിന്നാൽ തൂക്കാതെ മാറ്റിവെച്ച ആ 3ാമത്തെ നാണയമാണ് കള്ളനാണയം. ഇനി ഒരു വശം ഉയർന്നാൽ ആ ഉയർന്ന ഭാഗത്തുള്ള നാണയമാണ് കള്ളനാണയം. അങ്ങനെ 2 തൂക്കത്തിൽ ഉത്തരം കിട്ടും. ഇതത്ര പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല. കാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു രീതിയല്ല ഇത്. അതെ. അതുകൊണ്ടാണ് പരീക്ഷകളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ പതിവ് ചിന്താരീതിക്ക് പുറത്തു കടന്ന് ചിന്തിക്കണമെന്ന് പറയുന്നത്. വളരെ ശരിയാണ്. അപ്പോ നമുക്ക് അടുത്ത തടസ്സത്തിലേക്ക് പോകാം. യൂസിംഗ് ഇൻകറക്റ്റ് ഓർ ഇൻകറക്റ്റ് റെപ്രസെന്റേഷൻസ്. അതായത് ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പിഴവുകൾ. ചിലപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ തെറ്റായിട്ടാവാം. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെർക്കിൻസ് എന്നൊരാളുടെ ഒരു ഉദാഹരണം നിങ്ങളുടെ നോട്ടുകളിൽ കണ്ടു. വീട്ടിലിരിക്കുന്ന ഒരാൾ മുഖംമൂടി ധരിച്ചിരിക്കുന്നു, മറ്റൊരാൾ വീട്ടിലേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം. ഇംഗ്ലീഷിൽ there is a man at home, that man is wearing a mask, there is a man coming home, what's happening? ഇത് കേട്ടിട്ട് എനിക്ക് തോന്നിയത് എന്തോ ഒരു ക്രൈം നടക്കുന്നു. ഒരു കള്ളൻ മുഖംമൂടി വെച്ച് വീട്ടിലിരിക്കുന്നു, വേറൊരാൾ അങ്ങോട്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ്. അതെ, ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം വീട് അഥവാ ഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഒരു കെട്ടിടത്തിൻ്റെതാണ്, ഒരു വീടിന്റെ പടമാണ് വരുന്നത്. ശരിയാണ്. എന്നാൽ ഇതിന്റെ ഉത്തരം ബേസ്ബോൾ കളി എന്നാണ്. ഓ, അതെങ്ങനെ? ബേസ്ബോളിൽ ഹോം പ്ലേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിൽക്കുന്ന ക്യാച്ചർ സാധാരണ മുഖമൂടി ധരിക്കും. എ മാൻ അറ്റ് ഹോം വെയറിംഗ് എ മാസ്ക് എന്ന് പറഞ്ഞാൽ അത് ക്യാച്ചറാണ്. എ മാൻ കമ്മിങ് ഹോം എന്ന് പറഞ്ഞാൽ അടുത്ത ബാറ്റർ ബാറ്റ് ചെയ്യാനായി ഹോം പ്ലേറ്റിലേക്ക് വരുന്നു. ആഹാ. അപ്പോ ആ ഹോം എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയ രീതിയാണ് പ്രശ്നമായത്. റെപ്രസെന്റേഷൻ തെറ്റിപ്പോയി. അതെ, ഇൻകറക്റ്റ് റെപ്രസെന്റേഷൻ. ഇതിനെ ഒരു മെന്റൽ സെറ്റ് എന്നും പറയാം. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ചില ധാരണകൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ പ്രശ്നത്തെ കാണുന്നത്. അപ്പോ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കുന്നു, എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഷ്വാർട്സിന്റെ പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ചാർട്ടുകളോ ഗ്രാഫുകളോ ഒക്കെ ഉപയോഗിച്ച് പ്രശ്നത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ പരിഹാരം എളുപ്പമാവുമെന്ന്. വളരെ ശരിയാണ്. അതിനു പറ്റിയ മറ്റൊരു നല്ല ഉദാഹരണമാണ് നമ്പർ ഗെയിം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ. 2 കളിക്കാരുണ്ടാവും. ഓരോരുത്തരായി ഓരോ അക്കം തെരഞ്ഞെടുക്കണം. ഓക്കെ. ആരാദ്യം താൻ തെരഞ്ഞെടുത്ത 3 അക്കങ്ങൾ കൂട്ടുമ്പോൾ കൃത്യം 15 എന്ന തുക കിട്ടുന്നുവോ അയാൾ ജയിക്കും. ഉദാഹരണത്തിന് 4, 5, 6 കൂട്ടിയാൽ 15 ആണ്. അല്ലെങ്കിൽ 1, 6, 8 കൂട്ടിയാൽ 15 ആണ്.
ഇത് കളിച്ചു നോക്കുമ്പോൾ ഓരോ അക്കവും എടുത്ത് കൂട്ടിക്കൂട്ടി നോക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതെ, കുറച്ച് തലവൊക്കിക്കണം, ഓരോ നമ്പരും ഓർത്തു വെക്കണം, കൂട്ടിക്കൊണ്ടിരിക്കണം. എന്നാൽ ഈ അക്കങ്ങളെ നമ്മൾ വേറൊരു രീതിയിലൊന്ന് റെപ്രസെന്റ് ചെയ്താൽ, അതായത് ഒരു 3x3 മാന്ത്രിക ചതുരം, മാജിക് സ്ക്വയർ, അതിലെഴുതിയാലോ? മാജിക് സ്ക്വയറോ? അതെങ്ങനെ? ദേ ഇങ്ങനെ. ആദ്യത്തെ വരിയിൽ 6, 7, 2, രണ്ടാമത്തെ വരിയിൽ 1, 5, 9, മൂന്നാമത്തെ വരിയിൽ 8, 3, 4. 6, 7, 2, 1, 5, 9, 8, 3, 4. ശരി. ഇതിപ്പോ എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതിലെ ഏത് വരി കൂട്ടിയാലും ഏത് നിര കൂട്ടിയാലും എന്തിനേറെ ആ കോണോട് കോൺ കൂട്ടിയാലും ഉത്തരം 15 ആയിരിക്കും. ഓ, ശരിയാണല്ലോ. 6 + 1 + 8 = 15, 7 + 5 + 3 = 15, 2 + 9 + 4 = 15. അതുപോലെ വരികളും. കൊള്ളാം. ഇപ്പൊ ഈ കളി എന്തായി മാറി? നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന ടിക് ടാക്ടോ അഥവാ പൂജ്യവും ഗുണനചിഹ്നവും കളിക്കുന്ന പോലെ ആയില്ലേ? ശരിയാണ്. ടിക് ടാക്ടോ പോലെ തന്നെ. 3 എണ്ണം ഒരു ലൈനിൽ കിട്ടിയാൽ ജയിച്ചു. അതെ, ഒരു നേർരേഖയിൽ 3 നമ്പർ കിട്ടിയാൽ ജയിച്ചു. കാരണം ആ ലൈനിലെ നമ്പറുകൾ കൂട്ടിയാൽ 15 ആയിരിക്കും. അപ്പോ ആ നമ്പറുകളെ ഒരു മാന്ത്രിക ചതുരത്തിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ കളി പെട്ടെന്ന് മനസ്സിലായി, എളുപ്പമായി. ഇത് കൊള്ളാം. അപ്പം പ്രശ്നത്തെ ശരിയായ രീതിയിൽ റെപ്രസെന്റ് ചെയ്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ പരിഹാരം വളരെ എളുപ്പമാവും. കൃത്യമായി. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടുമ്പോൾ ആ ചോദ്യം വായിച്ച് ഇതിനെ എങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ ചിത്രീകരിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒരു ഡയഗ്രമായിട്ടോ ഒരു ടേബിളായിട്ടോ ഒക്കെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 2 കാര്യങ്ങൾ, ഫങ്ഷണൽ ഫിക്സഡ്നെസ്, അതായത് വസ്തുക്കളുടെ സാധാരണ ഉപയോഗത്തിനപ്പുറം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ യൂസിംഗ് ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് റെപ്രസെന്റേഷൻസ്, അതായത് പ്രശ്നത്തെ തെറ്റായിട്ടോ അപൂർണമായിട്ടോ മനസ്സിലാക്കുന്ന രീതി, ഇവ രണ്ടും പ്രശ്നപരിഹാരത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും. ഇവയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ, ഈ തടസ്സങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് തന്നെ അവയെ മറികടക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ശരിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു പരിഹാരം അതെല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായിരിക്കണമെന്നില്ല. ശരിയാണ്. അപ്പോൾ ആ ആദ്യത്തെ ചിന്തയെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക. ഈ പ്രശ്നത്തെ വേറെ ഏതെങ്കിലും ആംഗിളിൽ നിന്ന് നോക്കാൻ പറ്റുമോ? ഇതിന് ഞാൻ മനസ്സിലാക്കിയ രീതി ശരിയാണോ? വേറൊരു രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്നാൽ വളരെ എഫക്റ്റീവായ പരിഹാരങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും. അതെ. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്ത ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ആയ ആശയത്തിലോ അല്ലെങ്കിൽ ഒരു തെറ്റായ റെപ്രസെന്റേഷനിലോ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു എന്ന് പറയാം. വളരെ ശരിയാണ്. ആ തിരിച്ചറിവാണ് പ്രധാനം. ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവച്ച ഈ കുറിപ്പുകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. സമസ്യ നിർദ്ധാരണത്തിൽ, അതായത് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു വിഷയത്തിൽ നല്ല വൈദഗ്ധ്യമുള്ളവർ, എക്സ്പേർട്സ് എന്ന് പറയില്ലേ, അവരും അതേ വിഷയത്തിൽ പുതുതായിട്ട് വരുന്നവർ, ഈ നോവിസസ്, ഇവർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പസിലുകളൊക്കെ പരിഹരിക്കുന്ന പോലെയല്ലല്ലോ. ചെസ്സ് കളിക്കുക, അല്ലെങ്കിൽ ഫിസിക്സിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഡോക്ടർമാർ രോഗം നിർണ്ണയിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വൈദഗ്ധ്യം ആ പ്രശ്നപരിഹാര രീതിയെ തന്നെ മാറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? ശരിയാണ്. നമ്മൾ പൊതുവെയുള്ള പ്രശ്നപരിഹാര രീതികളെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിലുള്ള അറിവ്, അതായത് ഡൊമെയിൻ സ്പെസിഫിക് നോളജ് എന്ന് പറയും. അത് എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയെ സ്വാധീനിക്കുന്നതെന്നാണ്. ശരിക്കും അറിവ് കൂടുമ്പോൾ പ്രശ്നത്തെ കാണുന്ന രീതി തന്നെ അങ്ങ് മാറും. അതെ അതെ. ഈ കുറിപ്പുകളിലെ ആദ്യത്തെ പോയിന്റ്, ഹെഡിംഗ് 4.13, ലാക്ക് ഓഫ് പ്രോബ്ലം സ്പെസിഫിക് നോളജ് ഓർ എക്സ്പെർട്ടീസ്, അത് ഇതിനെക്കുറിച്ചാണല്ലോ കൃത്യമായി പറയുന്നത്. ചെസ് കളിക്കാർ, ഫിസിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർ, ഡോക്ടർമാർ, ഇവരുടെയൊക്കെ രീതികൾ സാധാരണക്കാരിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. ഇതിപ്പോൾ ഡിഗ്രൂട്ട്, പിന്നെ ചെയ്സ്, സൈമൺ എന്നിവരൊക്കെ ചെസ് കളിക്കാരെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ, അതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അവർ കണ്ടെത്തിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ചെസ് മാസ്റ്റർമാരുണ്ടല്ലോ, അവരെ തുടക്കക്കാരെക്കാളും ഒരുപാട് നീക്കങ്ങളങ്ങ് മുന്നോട്ട് ചിന്തിക്കുന്നൊന്നുമില്ല. അത് രസകരമാണ്. പക്ഷേ
ഏറ്റവും ബെസ്റ്റ് നീക്കം ഏതാണെന്ന് അവർ വളരെ പെട്ടെന്ന് തിരിച്ചറിയും. ഓ, അതെങ്ങനെ? അതിലൊരു കൗതുകമുണ്ട്. ഒരു ചെസ് ബോർഡിലെ കരുകളുടെ ഒരു നില, കളിയുടെ ഒരു യഥാർത്ഥ അവസ്ഥയിലുള്ളത്, അത് കുറച്ചുനേരം മാസ്റ്റർമാരെ കാണിച്ചാൽ അവർക്കതിലെ കൂടുതൽ കരുകളുടെ സ്ഥാനം കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ വെറുതെ യാദൃശ്ചികമായിട്ട് കുറേ കരുകൾ ബോർഡിൽ വെച്ചിട്ട് കാണിച്ചാലോ? അപ്പം മാസ്റ്റർമാർക്കും തുടക്കക്കാരെ പോലെ ഓർക്കാൻ പാടാണ്. ഇതിന്റെ അർത്ഥമെന്താ? അവർ ഓരോ കരുവിനെയും തനിച്ചല്ല കാണുന്നത്. പകരം ഒരു അർത്ഥവത്തായ പാറ്റേൺ ആയിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോ ഈ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനപ്പുറം പ്രശ്നത്തെ സമീപിക്കുന്നതിൽ തന്നെയുള്ള വ്യത്യാസം എന്താണ് അടിസ്ഥാനപരമായിട്ട്? അതാണ് പ്രധാന വ്യത്യാസം. വിദഗ്ധർ, അതായത് എക്സ്പേർട്സ്, അവർ പ്രശ്നങ്ങളെ കാണുന്നത് അതിന്റെ ആഴത്തിലുള്ള തലത്തിലാണ്, ഒരു ഡീപ്പർ ലെവലില്. എന്നുവെച്ചാല് അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന തത്വങ്ങൾ, അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾസ്, അതിലൂന്നിയാണ് അവർ ചിന്തിക്കുക. എന്നാൽ പുതുമുഖങ്ങളോ, നോവിസസ്, അവർ ശ്രദ്ധിക്കുന്നത് ഉപരിപ്ലവമായ കാര്യങ്ങളിലാണ്, സൂപ്പർഫിഷ്യൽ ഫീച്ചേഴ്സ്, അതായത് പുറമേ കാണുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ഫിസിക്സ് പ്രോബ്ലം കിട്ടിയെന്ന് വെക്കുക. ഒരു എക്സ്പേർട്ട് നോക്കുന്നത് ഇത് ന്യൂട്ടന്റെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണ നിയമം ഇവിടെ ബാധകമാണോ, അങ്ങനത്തെ അടിസ്ഥാന കാര്യങ്ങളാണ്. പക്ഷെ ഒരു നോവിസ് ചിലപ്പോൾ നോക്കുന്നത് ഇതിലൊരു ചരിഞ്ഞ തലമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പുലി കാണുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പുറമേ കാണുന്ന വസ്തുക്കളിലാവും അവരുടെ ശ്രദ്ധ പോകുന്നത്. ഇത് കൊള്ളാം. വളരെ ശ്രദ്ധേയമായ വ്യത്യാസമാണല്ലോ. അപ്പോ ഇതിന്റെ ഒരു പ്രായോഗിക ഫലമെന്താണ്? വിദഗ്ധർ പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയമെടുക്കുമോ തുടക്കത്തിൽ? അതായത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് ചാടാതെ വിശകലനം ചെയ്യാൻ നിൽക്കുന്നുവെന്നാണോ? കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ. അതെ, അത് ശരിയാണ്. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം. വിദഗ്ധർ പ്രശ്നത്തെ ഗുണപരമായി വിശകലനം ചെയ്യാൻ ക്വാളിറ്റേറ്റീവ്ലി അനലൈസിംഗ് എന്ന് പറയും. അതായത് അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ഘടന എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ താരതമ്യേന കൂടുതൽ സമയം തുടക്കത്തിൽ ചെലവഴിക്കും. അവര് പ്രശ്നത്തിലേക്ക് എടുത്തുചാടില്ല. ആദ്യം അതിനെ ശരിക്കുമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പുതുമുഖങ്ങൾ പലപ്പോഴും കിട്ടിയ ഉടനെ എന്തെങ്കിലും ഫോർമുല വെച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കും. ശരിയാണ്. ഇതിനു പുറമെ വിദഗ്ധർക്ക് അവരുടെ ചിന്താ പ്രക്രിയയെക്കുറിച്ചൊരു ബോധമുണ്ടാകും. മെറ്റാകോഗ്നിഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും പിശകുകളുണ്ടോ, എറേഴ്സ് ഇൻ തിങ്കിങ് എന്ന് സ്വയം പരിശോധിക്കാനും അത് തിരുത്താനുമുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രധാനമാണല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വൈദഗ്ധ്യം മാത്രം പോരാ. ഈ ഗോയൽ, ഗ്രാഫ്മാനൊക്കെ പറയുന്ന പോലെ ഒരാളുടെ ആ സമയത്ത് ശാരീരികവും മാനസികവുമായ അവസ്ഥയൊക്കെ പ്രശ്നപരിഹാരത്തെ സ്വാധീനിക്കും. നല്ല എക്സ്പേർട്ടാണെങ്കിലും ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പെർഫോമൻസ് കുറയാം. അപ്പോ വൈദഗ്ധ്യം പ്രശ്നപരിഹാരത്തെ ഒരുപാട് മെച്ചപ്പെടുത്തും എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ചില സമയത്ത് നമ്മൾ നല്ല അറിവും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നത്തിൽ അങ്ങ് സ്റ്റക്കായി പോവുമല്ലോ, മുന്നോട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ. അതിനെക്കുറിച്ചാണല്ലേ ഈ കുറിപ്പുകളുടെ സംഗ്രഹത്തിൽ ലെറ്റസ് സം അപ്പ് 4.14-ൽ പറയുന്നത്. ചില മാനസിക തടസ്സങ്ങൾ, മെന്റൽ ബ്ലോക്സ് നമ്മുടെ വഴിമുടക്കും. അതെ, ശരിയാണ്. ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയ 2 പ്രധാന തടസ്സങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന് ഐൻസ്റ്റെലുങ്, അതിനെ മെന്റൽ സെറ്റ് എന്നും പറയും. പിന്നെ ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്. ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് അതെന്താണ്? ഐൻസ്റ്റെലുങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നേരിടാൻ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മുൻപ് ഉപയോഗിച്ച് വിജയിച്ച ഒരു വഴിയില്ലേ, ആ ഒരു റുട്ടീൻ അപ്രോച്ച്, അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത. ഒരുപക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ പുതിയതും എളുപ്പമുള്ളതുമായ ഒരു വഴി മുന്നിലുണ്ടെങ്കിൽ പോലും നമ്മൾ ആ പഴയ വഴിയിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കും. ശീലിച്ചു പോയത് കാരണമല്ലേ? അതെ. ലുച്ചീൻസ് എന്ന് പറയുന്ന ആള് നടത്തിയ വെള്ളപ്പാത്ര പരീക്ഷണം, വാട്ടർ ജാർ എക്സ്പെരിമെന്റ്, ഇതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. കുറച്ച് സങ്കീർണമായ ഒരു രീതി ഉപയോഗിച്ച് കുറേ കണക്കുകൾ ചെയ്തു കഴിയുമ്പോൾ പിന്നീട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കണക്ക് കൊടുത്താലും ആളുകൾ ആ പഴയ സങ്കീർണമായ രീതി തന്നെ ഉപയോഗിക്കാൻ നോക്കും. ആ എളുപ്പവഴി കാണില്ല. കൊള്ളാം. നമ്മൾ അറിയാതെ തന്നെ ഒരു രീതിയിൽ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ രണ്ടാമത്തത് ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്. അതെന്താണ്? ഇപ്പോൾ വീട്ടിലൊരു ആണി അടിക്കണം, ചുറ്റിക കാണുന്നില്ല, പക്ഷെ കയ്യിലൊരു നല്ല ഭാരമുള്ള പ്ലെയർ ഉണ്ടെന്ന് വെക്കുക. അത് വെച്ച് ആണി അടിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ തോന്നുക. നല്ല ചോദ്യം. അതാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. അതായത് ഒരു വസ്തുവിന് അതിന്റെ സാധാരണ ഉപയോഗം എന്താണോ, അട്ടിപ്പിക്കൽ യൂസ്, അതുമാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ.
നിങ്ങളുടെ ഉദാഹരണത്തിൽ പ്ലെയർ നമ്മൾ സാധാരണ എന്തെങ്കിലും പിടിക്കാനും മുറുക്കാനും ഒക്കെയാണ് ഉപയോഗിക്കാറ്. അതിന് ഭാരമുണ്ടെന്നും അത് വെച്ച് ആണിയടിക്കാമെന്നും ഉള്ള ചിന്ത നമുക്ക് പെട്ടെന്ന് വരില്ല. ആ പ്ലെയറിന്റെ ഫംഗ്ഷൻ നമ്മുടെ മനസ്സിൽ ഫിക്സ്ഡ് ആണ്. ശരിയാണ്. അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ, അത് സ്ക്രൂ തിരിക്കാൻ മാത്രമുള്ളതാണ്. അതൊരു ലിവറായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാരമായിട്ടോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓർക്കില്ല. ഇങ്ങനെയുള്ള ചിന്തയാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഈ രണ്ട് തടസ്സങ്ങളും, ഐൻസ്റ്റോങ്ങും ഫങ്ഷണൽ ഫിക്സഡ്നെസ്സും, പുതിയ ഐഡിയകൾ വരുന്നതിനും പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരം കാണുന്നതിനും വലിയ തടസ്സമാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായതെന്താന്ന് വെച്ചാൽ, ഒരു വിഷയത്തിലെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് അത് വെറുതെ കുറേ വിവരങ്ങൾ തലയിൽ കയറ്റുന്നതിനപ്പുറം പ്രശ്നങ്ങളെ കാണുന്ന രീതിയെ, അതായത് ആഴത്തിലുള്ള തത്വങ്ങളാണോ അതോ പുറമേയുള്ള കാര്യങ്ങളാണോ ശ്രദ്ധിക്കുന്നത് എന്നതിനെയും, അതിനെ സമീപിക്കുന്ന രീതിയെ, അതായത് കൂടുതൽ വിശകലനം ചെയ്താണോ അതോ പെട്ടെന്നാണോ പരിഹാരത്തിലേക്ക് പോകുന്നത് എന്നതിനെയും അടിസ്ഥാനപരമായി തന്നെ മാറ്റുന്നുണ്ടല്ലേ? അതെ. അതോടൊപ്പം നമ്മുടെ ചിന്തയെ ചിലപ്പോൾ പരിമിതപ്പെടുത്തുന്ന ഈ ഐൻസ്റ്റൈനും, അതായത് പഴയ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, പിന്നെ ഫങ്ഷണൽ ഫിക്സഡ്നെസ്, വസ്തുക്കൾക്ക് സാധാരണ ഉപയോഗമേ ഉള്ളൂ എന്ന് കരുതുന്ന ആ ഒരു രീതി, അങ്ങനെയുള്ള ചില മാനസിക തടസ്സങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ശരിയാണ്. ഇവിടെ ഇനി കേൾക്കുന്ന നിങ്ങൾക്കും ആലോചിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. വിദഗ്ധർ ഒരു പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് അത് ശരിക്കും വിശകലനം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. അടുത്ത തവണ നിങ്ങൾ ഒരു പുതിയതോ അല്ലെങ്കിൽ കുറച്ച് സങ്കീർണമായതോ ആയ ഒരു പ്രശ്നം നേരിടുമ്പോൾ, അത് നിങ്ങളുടെ വൈദഗ്ധ്യമുള്ള മേഖലയിൽ തന്നെ ആകണമെന്നില്ല. എവിടെയായാലും ഈ വിദഗ്ധ സമീപനം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? അതായത് ഉടനടി ഒരു പരിഹാരത്തിലേക്ക് ചാടാതെ ആ പ്രശ്നത്തെ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് സമയം ബോധപൂർവം ഒന്ന് മാറ്റിവെക്കുന്നത് അതെങ്ങനെ സഹായകമാകും? ഒരു പുതുമുഖമായിരിക്കുമ്പോഴും കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ പ്രശ്നപരിഹാര രീതിയെ മെച്ചപ്പെടുത്തുമോ, നിങ്ങളെ വ്യത്യസ്തനാക്കുമോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.